ബാക്ക് ടു അവർ മാർക്കറ്റ് അനലൈസിസ് വീഡിയോ. നമ്മുടെ നിഫ്റ്റിയും നമ്മുടെ സപ്പോർട്ടും റെസിസ്റ്റൻസും ഏരിയയിൽ എങ്ങനെ ആക്ട് ചെയ്തു നമുക്ക് നോക്കാം. നമ്മൾ 17 മാർക്കറ്റ് ഒരു സ്ലൈറ്റ്ലി ചെറിയൊരു ഗ്യാപ്പായിട്ട് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മുടെ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ തട്ടി മാർക്കറ്റ് തിരികെ താഴേക്ക് വന്നു. കറക്റ്റായിട്ട് നമ്മുടെ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നും മാർക്കറ്റും റിവേഴ്സലായി. അതിനുശേഷം മാർക്കറ്റ് നമ്മുടെ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ ഒരു ബ്രേക്ക് ഔട്ട് തരുന്ന കണ്ടപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ ഒരു ഓപ്ഷൻ ബൈ ചെയ്തിരുന്നു. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് നമ്മുടെ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ 22,495 നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് പോയപ്പോൾ നമ്മൾ മാർക്കറ്റ് എക്സിറ്റ് ചെയ്തു. പക്ഷേ വലിയൊരു മൂവ്മെൻ്റ് ഒന്നും കിട്ടിയില്ല. ഒരു 5 പോയിൻ്റ് നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സൈഡ് ബൈ സൈഡാണ് മാർക്കറ്റ് ആക്ട് ചെയ്തത്. അതുകൊണ്ട് വലിയ പ്രീമിയം ഒന്നും നമുക്ക് ഇന്നത്തെ ട്രേഡിൽ നിന്നും കിട്ടിയില്ല. ഓക്കെ, അതിനുശേഷം നമുക്ക് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയും ഏകദേശം ഒരു വലിയ മൂവ്മെൻ്റ് ഒന്നും മാർക്കറ്റ് കിട്ടിയില്ല. സ്ലൈറ്റ്ലി ഒരു ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് നമ്മുടെ സപ്പോർട്ട് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് നമുക്കൊരു ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. കാരണം ആ ഒരു ബ്രേക്ക് ഔട്ട് നല്ലൊരു ഇതല്ലായിരുന്നു ക്യാൻഡിൽ. അതിനുശേഷം തിരികെ മോഡിലേക്ക് ബ്രേക്ക് ചെയ്തു. കറക്റ്റായിട്ട് അവിടെ ഒരു റിട്രേസ്മെൻറ്റും ചെയ്തു. നമ്മൾ ഈ ഒരു ഏരിയയിൽ നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് നമ്മുടെ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് കൊടുക്കായിരുന്നു. നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് ട്രേഡൊന്നും എടുത്തിട്ടില്ല, നിഫ്റ്റിയിലാണ് ട്രേഡ് എടുത്തത്. പക്ഷേ കറക്റ്റായിട്ട് മാർക്കറ്റ് നമ്മുടെ ആ ഒരു സപ്പോർട്ട് ഏരിയയും റെസിസ്റ്റൻസ് ഏരിയയൊക്കെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇന്ന് മാർക്കറ്റ് 18 മാർക്കറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ സപ്പോർട്ടും റെസിസ്റ്റൻസും ഏരിയയും നമ്മുടെ ചാനലിൽ റീൽസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.